സാറ് ഭയങ്കര ഗൗരവത്തിലാണല്ലോ പത്രവായന. എന്താണ് ഇത്ര തലപോച്ച് വായിക്കാൻ? ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രലോഭിപ്പിക്കാൻ ആരെങ്കിലും വിളിക്കുന്നാവും. ഹലോ സാറേ, ഞാൻ സുന്ദരേശ്വര. ആ പോക്കോരവന്റെ കാര്യം പറയാൻ മിനിഞ്ഞാന്ന് ഞാൻ ആഫീസിൽ വന്നിരുന്നു. ആ പോക്കോര് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞാണല്ലോ. സാർ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. സാറ് കൈക്കൂലി വാങ്ങാത്ത ആളാണെന്ന് എല്ലാവരും പറഞ്ഞോണ്ടാ ഞാൻ കാശ് തരാഞ്ഞത്. സാറ് കൈക്കൂലി വാങ്ങുമെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. എത്രയാ വേണ്ടതെന്ന് സാറ് പറഞ്ഞാ മതി. ഓഹോ, വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിന് കൈക്കൂലി എടുക്കാൻ നോക്കുന്നോ? നീ വിവരം അറിയും. കാരണം രാവിലെ മുതൽ കാണുന്ന സകലരോടും മോഹനേട്ടൻ വഴക്കുണ്ടാക്കുവേ. അപ്പോഴെല്ലാം ഞാൻ ഓടി വന്ന് മോഹനേട്ടാ, മോഹനേട്ടന്റെ ഭാര്യ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നെ പറയണോ? പിന്നെന്താ ഉണ്ടാവാന്ന് ഉത്തമൻ എന്നെ അറിയാലോ. വിളിച്ച ആളുടെ അച്ഛനും അച്ഛന്റെ അച്ഛനെയൊക്കെ വിളിച്ചു. ഇനി ഈ ജന്മത്ത് അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോടും കൈക്കൂലി എന്ന് പോയിട്ട് കൈ എന്ന് പോലും പറയില്ല. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കൈക്കൂലി വാങ്ങാത്തവരാണെങ്കിൽ ഞാൻ കൈക്കൂലി വാങ്ങില്ല എന്ന് പറഞ്ഞ ഒഴിഞ്ഞു കളയുന്നു. കൈക്കൂലി വാങ്ങുന്നവരാണ് മറ്റുള്ളവർ കേക്കെ ഒച്ച ഉണ്ടാക്കി മാന്യരാവാൻ ശ്രമിക്കുന്നത് എന്ന്. പോരെ പൂരം. മോഹനേട്ടൻ ഒരു കഴുതയാണെന്നോ പോത്താണെന്നോ മോഹനേട്ടന് വിവരമില്ലെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അങ്ങ് സഹിക്കും. മോഹനേട്ടൻ അച്ഛന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മോഹനേട്ടൻ അങ്ങ് സഹിക്കുമായിരിക്കും. പക്ഷെ മോഹനേട്ടൻ കൈക്കൂലിക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക ഉത്തമനെ അറിയാലോ. ഞാനൊരു കാര്യം പറയുന്നുണ്ട് വക്കീൽ വേറൊന്ന് വിചാരിക്കരുത്. മോഹനേട്ടൻ സാറിന്റെ ചില പ്രവർത്തികളിൽ സംശയം തോന്നേണ്ട കാര്യമുണ്ട്. എന്നോട് ഈ കാര്യം പറഞ്ഞ ശിശുവാല സാറാണ്. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ശിശുവാല സാറ് സ്വന്തം കെട്ടിയോരുടെയും പിള്ളേരുടെയും പേരിൽ ആണായിട്ട് പറയുമ്പോ വിശ്വസിക്കാതെ എന്ത് ചെയ്യും? നമ്മള് സ്ഥലം പോയി നോക്കിയതാ സാറേ. നമസ്കാരം സാർ, ഞാൻ രാജീവൻ. മനസ്സിലായി. രാജീവന്റെ സർട്ടിഫിക്കറ്റ് ഇന്ന് കൊടുക്കാമെന്നാണോ ശിശുപാല നമ്മൾ പറഞ്ഞത്? അതെ സാർ. പക്ഷേ ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോറങ്ങിയാണല്ലോ. ഒന്നുകിൽ രാജീവൻ ഉച്ച കഴിഞ്ഞ് ഇവിടേക്ക് വരിക, അല്ലെങ്കിൽ വൈകിട്ട് എന്റെ വീട്ടിലേക്ക് വരിക. സർട്ടിഫിക്കറ്റ് ഞാൻ കയ്യിലെടുത്തോളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ രാവിലെ സാറിന്റെ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം സാർ. മനസ്സിലായി. നാരായണ ചേട്ടന്റെ മോനാണല്ലേ? അതെ. അപ്പോ കയ്യിൽ പൈസ കാണുമല്ലോ. എന്തിനാ സാർ? പറഞ്ഞ സമയത്ത് സർട്ടിഫിക്കറ്റ് തരികയല്ലേ. 1000 രൂപ കണക്ക്. 1000 രൂപയോ? എന്താ രാജു ഞെട്ടിയെന്താ? ഇതൊരു സർക്കാർ ഓഫീസാണ്. ഇവിടെ കൃത്യമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചിലപ്പോൾ കാശൊക്കെ ചിലവാക്കേണ്ടി വരും. 1000 രൂപ തന്നാൽ നാളെ രാവിലെ സർട്ടിഫിക്കറ്റ് തരും. ഇല്ലെങ്കിൽ പാടാണ്. സാറേ, സാറെന്തായി പറയുന്നത്? എന്താ എല്ലാരും കൈക്കൂലി വാങ്ങുമ്പോ എനിക്ക് വാങ്ങിക്കൂടെ? കാശെടുക്ക. തരാം സാർ. സാർ ശരി, രാജു നോക്കിക്കോളൂ. നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ശരി സാർ. സാറല്ലേ നിയമം വിട്ട് ഒന്നും ചെയ്യില്ലെന്ന് ഇപ്പൊ പറഞ്ഞത്? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഡെപ്യൂട്ടി തഹസിൽദാർ കൈക്കൂലി വാങ്ങിയ കേസിൽ നമ്മൾ എന്തിനാണ് നിയമം വിട്ടൊരു കാര്യം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് വക്കീലെ. ഇന്നലെ വൈകിട്ട് ടൗണിൽ വെച്ച് ഞാൻ മോഹനേഷ് സാറിനെ കണ്ടിരുന്നു. എന്ത് സാറേ ഈ സമയത്ത് ടൗണില് എന്ന് ഞാൻ ചോദിച്ചപ്പോ വെറുതെ വന്നതാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു കളഞ്ഞു. സാറിന്റെ മുഖത്ത് ആകപ്പാടൊരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നുമില്ല. പിന്നെ വക്കീലെ, ഇതേ ഇവിടെ വന്ന് പറഞ്ഞത് ഞാനാണെന്ന് പറയല്ലേ. ഈ പുറമേ മാന്യന്മാരായി നടക്കുന്ന പലരും ആരും അറിയാതെ കൈക്കൂലി വാങ്ങാറുണ്ടോ എന്ന് പറയുന്നത് ശരിയാണോ? ഉണ്ടായിരിക്കും. അത്തരക്കാരെ നമ്മളെങ്ങനെ തിരിച്ചറിയും? എനിക്കറിയില്ല. എന്നാലും മോനൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? വേറെ സർക്കാർ ഉദ്യോഗസ്ഥനല്ല, 10 പൈസ കൈക്കൂലി വാങ്ങാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. മോഹനേട്ടനെ പോലെ ഒരാൾ കൈക്കൂലി വാങ്ങി എന്ന് കരുതുക. കരുതിയ മതി.